നമസ്കാരം. ചേർത്തലയെ നടിക സ്ത്രീകളുടെ തിരോധാന രഹസ്യം കൂടുതൽ വ്യക്തതയിലേക്ക്. അമ്മാവൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സെബാസ്റ്റ്യനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക സൂചനകൾ ലഭിച്ചു. ബിന്ദു പത്മനാഭനും ഐഷയും കാണാതായ കേസിൽ ഇയാളുടെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം. ക്വട്ടേഷൻ സംഘത്തിന്റെ പങ്കും 3 മൊബൈൽ ഫോണുകളുടെ കോൾ ഡാറ്റയിലൂടെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് ക്രൈംബ്രാഞ്ചിന് പിടിവള്ളിയായത്. ഈ സാഹചര്യത്തിൽ ഇനി പ്രതികൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടിവരും. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും ചേർത്തല നഗരസഭ 7-ാം വാർഡ് നെടുമ്പ്രക്കാട് വെളിയിൽ ഐഷയുടെ തിരോധാനത്തിലാണ് സെബാസ്റ്റ്യന്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കുന്നത്. ഐഷയെ ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യൻ നേരിട്ട് ഇതിൽ പങ്കുചേർന്നില്ലെന്നുമാണ് സൂചന. ബിന്ദുവിനെയും ഐഷയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി ചെങ്ങംതറ സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് അരുംകൊല ചെയ്തുവെന്നതിന് സാഹചര്യ തെളിവുകൾ കിട്ടിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സെബാസ്റ്റ്യനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിരമ്പുഴ സ്വദേശി ജൈനമ്മയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലാണ്. ഈ കേസിൽ 2 തവണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടില്ല. ഇതിനിടെ സെബാസ്റ്റ്യന്റെ വീട്ടിലെ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയത്. ബിന്ദുവിനെ സെബാസ്റ്റ്യൻ, ഫ്രാങ്ക്ലിനും പൊന്നപ്പൻ, മനോജ് എന്നീ കൂട്ടാളികൾ ചേർന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് വകവരുത്തി എന്നാണ് സൂചന. ഐഷയെ ക്വട്ടേഷൻ സംഘവും. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് അയൽവാസിയായ റോസമ്മയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്ന് പോലീസ് കരുതുന്നു. പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഇവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകുന്നത്. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെടുത്ത അസ്ഥിയുടെ DNA ഫലം അടുത്ത ദിവസം പുറത്തുവരുമ്പോൾ കൊല്ലപ്പെട്ടത് ആരെന്നതിൽ വ്യക്തമാകും. ഇതുകൂടാതെ സിന്ധുവിന്റെ തിരോധാനത്തിലും സെബാസ്റ്റ്യന് പങ്കുള്ളതായാണ് സംശയിക്കുന്നത്. ചേർത്തല നഗരസഭ 7-ാം വാർഡ് നെടുമ്പ്രക്കാട് വെളിയിൽ ഐഷയെ 5 വർഷങ്ങൾക്ക് മുൻപാണ് കാണാതായത്. സെബാസ്റ്റ്യനുമായി സാമ്പത്തിക ഇടപാട് ഇവർക്കും ഉണ്ടായിരുന്നു. ഇതിനൊപ്പം മനോജിന്റെ മരണത്തിലും ദുരൂഹതയുണ്ട്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുവാനായി പോലീസ് വിളിച്ചപ്പോഴാണ് ഈ സെബാസ്റ്റ്യന്റെ വിശ്വസ്തനും ഇടപാടുകളിൽ സഹായമായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പള്ളിപ്പുറം തൈക്കൂട്ടത്തിൽ എസ് മനോജിനെ 2018 ജൂൺ 28-ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച് സെബാസ്റ്റ്യനും താനും ഉൾപ്പെടെ കൂട്ടാളികൾക്കുമുള്ള പങ്ക് പറയേണ്ടി വരുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയതാണെന്നാണ് നാട്ടിൽ പറയുന്നത്. എന്നാൽ മനോജ് സംഭവങ്ങൾ പോലീസിനോട് പറയുമോ എന്ന സംശയത്തിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്നാണ് സംശയമുയർന്നത്. സെബാസ്റ്റ്യനും ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് മനോജിന്റെ ഓട്ടോയിലായിരുന്നു. ബിന്ദു തിരോധാന കേസിൽ മനോജിനെ മുൻപും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മനോജ് ബിഗ് ഷോപ്പറിൽ നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്താൽ അക്കാലത്ത് ഒളിവിലായിരുന്ന സെബാസ്റ്റ്യനെ കണ്ടെത്തുന്നതിനൊപ്പം കൂടുതൽ വിവരങ്ങളും ലഭിക്കുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ബിഗ് ഷോപ്പറിൽ കൊണ്ടുപോയത് അമ്മാവന് ലോട്ടറി അടിച്ച പണമാണെന്നാണ് സുഹൃത്തുക്കളോട് ഇയാൾ പറഞ്ഞത്. സെബാസ്റ്റ്യന്റെ നാട്ടിലെ വിളിപ്പേരാണ് ഈ അമ്മാവൻ. വിവരം ലഭിച്ച പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദിവസം രാവിലെ വീട്ടിൽ മനോജ് തൂങ്ങി മരിക്കുകയായിരുന്നു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്ത് ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വാസ്തു ബ്രോക്കർമാരാണ്. ദല്ലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് ഈ ഒരു കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുൻപ് ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിക്കുകയായിരുന്നു. ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരുന്നുണ്ട്. ശശികലയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഈ പൊന്നപ്പൻ പറയുന്നത്. ഈ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കുവാൻ വേണ്ടി സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്നും ഇയാൾ പറയുന്നുണ്ട്. ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടി സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി. ബിന്ദുവിനെ സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട്. അതിനിർണായകമാണ് ഈ വെളിപ്പെടുത്തൽ. ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുമുണ്ടായിരുന്നു. ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുണ്ടായിരുന്നു. എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നുവെന്നും പൊന്നപ്പൻ പറയുന്നുണ്ട്. 2006 മുതലാണ് ബിന്ദുവിനെ കാണാതായത്. 2017 സെപ്റ്റംബർ 17-നാണ് ബിന്ദു പത്മനാഭനെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് കാണാനില്ല എന്ന് കാട്ടി പരാതി നൽകിയത്. പരാതി ജില്ലാ പോലീസ് മേധാവി വഴി 2017 ഒക്ടോബർ 9-ന് കുറ്റിയത്തോട് CI ഓഫീസിലെത്തി. എന്നാൽ 70 ദിവസത്തിനു ശേഷം ഡിസംബർ 19-നാണ് 1400/2017 നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇട്ടത്. ഈ സമയത്തെല്ലാം അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിട്ടിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു. 2 ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നു. 2012-ലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലയിൽ താമസിച്ചത്. സ്ഥലക്കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചു. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ നടത്തിയിരുന്നത്. ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിൻ ആണോ എന്ന സംശയം ഉയർന്നുണ്ട്. സെബാസ്റ്റ്യൻ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകമെന്ന് പൊന്നപ്പൻ വെളിപ്പെടുത്തുന്നത് ഈ ശബ്ദരേഖയിലുണ്ട്. മയക്കുമരുന്ന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം. പൊന്നപ്പനാണ് ബിന്ദുവിനെയും സെബാസ്റ്റ്യനുമായും ഫ്രാങ്ക്ലിനുമായും ബന്ധിപ്പിച്ചത്. വസ്തു ദല്ലാളായ പൊന്നപ്പനെ ഭൂമി വിൽക്കുവാനാണ് ബിന്ദു സമീപിച്ചത്.
പിന്നീട് ഇരുവരുമായി ബിന്ദു അടുത്ത ബന്ധത്തിലായി. വസ്തു വിറ്റ ശേഷം പൊന്നപ്പന് കമ്മീഷൻ നൽകി. ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻതുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിലുണ്ട്. നേരത്തെ തിരോധാനം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശബ്ദരേഖ കൈമാറിയിരുന്നുവെന്ന് ശശികല വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും ശബ്ദരേഖ കൈമാറിയിട്ടുണ്ട്. നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തതായി പൊന്നപ്പൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ബിന്ദു പത്മനാഭനെ 2013 ഓഗസ്റ്റിലാണ് കാണാതായത്. വിദേശത്തുള്ള ഏക സഹോദരൻ 2017 സെപ്റ്റംബറിലാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. 2002 മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി 2003 വിറ്റതായും മറ്റും വിവരം ലഭിച്ചതോടെയാണ് രേഖകൾ സമാഹരിച്ച് പരാതിപ്പെട്ടത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിനിടെ കണ്ടെത്തുകയും സെബാസ്റ്റ്യൻ ഉൾപ്പെടെ ഏതാനും പേർ റിമാൻഡിലായതുമാണ്. പക്ഷേ വേണ്ട രീതിയിൽ അന്വേഷണം നടന്നില്ല. സംസ്ഥാനത്തിന് പുറത്തും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുവെങ്കിലും ബിന്ദുവിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ ആണെന്നും ക്രൈംബ്രാഞ്ച് നിഗമനത്തിൽ എത്തിയിരുന്നു. കേസിൽ പ്രതിയായ സെബാസ്റ്റ്യൻ മാനസിക പ്രശ്നമുള്ള ക്രിമിനൽ എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. 3 സ്ത്രീകളുടെ കാര്യത്തിലുള്ള പങ്കാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിലും ഇത്തരത്തിലുള്ള കേസുകളിൽ വേറെയും ഇയാൾ ഇടപെടുവാനുള്ള സാധ്യത ഏറെയാണെന്നും കരുതുന്നു. ജയനമ്മയുടെ കൊലപാതക കേസിൽ നടത്തിയ അന്വേഷണങ്ങളിലാണ് ഈ വിലയിരുത്തൽ. കൊലപാതകം അടക്കം ഇയാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നും നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകളൊക്കെ. മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിൽ ഇയാളിൽ നിന്ന് തന്നെ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ഇയാൾക്കുള്ളതെങ്കിലും ഫോണിന്റെ സാങ്കേതികതയിലടക്കം വൈദഗ്ധ്യമുള്ള പ്രവർത്തനങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത്. ജയനമ്മയുടെ ഫോണും ഇയാൾ നശിപ്പിക്കുവാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. 2024 ഡിസംബർ 23 ജയനമ്മയെ കാണാതായതു മുതൽ സെബാസ്റ്റ്യൻ പിടിയിലായതുവരെ ഇയാൾ ചെയ്ത ഓരോ ഫോൺ കോളുകളും ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ കുറ്റിയത്തോട് സ്വദേശിയായ വിധവയെ ലക്ഷ്യമിട്ടതായും വിവരം കിട്ടി. കലവൂരിലെ ധ്യാന കേന്ദ്രത്തിൽ വച്ച് പരിചയപ്പെട്ട വിധവ ഒറ്റയ്ക്കാണ് താമസം. പശു വളർത്തിയാണ് ഇവർ ജീവിച്ചിരുന്നത്. പശുവിനെ വേണമെന്ന ആവശ്യവുമായാണ് ഇയാൾ സമീപിച്ചത്. തുടർന്ന് ഏറെ നാളുകൾ പലതരത്തിൽ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. ഇവരെ തേടി കഴിഞ്ഞ ദിവസം കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം വീട്ടിലെത്തി വിവരങ്ങൾ തേടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞത്. ഇക്കാര്യങ്ങൾ വിശദമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിശദമായി പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലേക്കാണ് നീങ്ങുന്നത്. സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് നടത്തിയെന്ന് പറയപ്പെടുന്ന കൊലപാതകങ്ങളും പുറത്തുവരുന്ന ശബ്ദരേഖകളും അന്വേഷണ സംഘത്തിന് കിട്ടുന്ന സാഹചര്യ തെളിവുകളും എല്ലാം ചേർന്ന് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ബിന്ദു പത്മനാഭനും ഐഷും ഉൾപ്പെടെ കാണാതായ സ്ത്രീകളുടെ രഹസ്യം ഉടൻ തന്നെ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. എന്തായാലും കുറ്റവാളികൾക്ക് നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ലെന്നതാണ് സത്യാവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.